സെലിബ്രിറ്റീസ് ആലപ്പുഴ ജിംഖാന. ചില മൂവീസ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ, അയ്യോ ഈ മൂവി ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ? കാരണം നമ്മൾ ആ മൂവി അത്ര എൻജോയ് ചെയ്തെന്ന് കാണുന്നതാണ് അത് തീരുന്ന പോലും നമ്മൾ അറിയാത്തത്. അതുപോലെ ഒരു മൂവിയാണ് ഇത്തവണ ഖാലിദ് റഹ്മാൻ ടീം എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയാൻ വേണ്ടി ഭയങ്കര വലിയ ഹൈലൈറ്റ്സ് മൊമെന്റ്സോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളോ വലിയ സ്റ്റാർ കാസ്റ്റോ അങ്ങനെ ഒന്നും തന്നെയില്ല. എന്നാലും നമ്മൾ അതൊരു രസത്തിൽ ഇങ്ങനെ പോപ്കോണൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ലാഗൊന്നും അടിക്കാതിരുന്ന് കാണാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. നസ്ലിനാണ് ഇതിലെ മെയിൻ ലീഡ് വരുന്നത്. ബട്ട് നസ്ലിൻ മാത്രമാണ് ഇതിലെ ഹീറോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും അതിന്റേതായ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ സ്ക്രീൻ സ്പേസും കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാവരുടെയും നെയിം ഒന്നും എനിക്കറിയില്ല. എന്റെ ഓർമ്മയിൽ വരുന്ന കുറച്ച് നെയിംസ് സന്ദീപ്, പ്രദീപ്, ലുക്മാൻ, ഗണപതി, പിന്നെ ഒരാളുണ്ട് മുടി കളർ ചെയ്തിട്ടുള്ള ഒരാൾ. ആളുടെ പെർഫോമൻസ് കിടിലമായിരുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് എല്ലാവരുടെയും ഫിസിക്. ഖാലിദ് റഹ്മാൻ എല്ലാരെയും കൊണ്ട് നല്ല രീതിയിൽ തന്നെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിപ്പോ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയാൽ പോലും. ആൻഡ് ഇതിന്റെ ഫീമെയിൽ ലീഡിൽ വരുന്നത് അനഘ രവിയാണ്. ആളുടെ ക്യാരക്ടറിൽ ആ ബോക്സിംഗ് സീൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒത്തിരി ട്രാക്സ് ഉണ്ട്. ബട്ട് അതിൽ അത്ര കാച്ചിങ് ആയിട്ടുള്ള സോങ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് ഇതിന്റെ BGM വർക്കൊക്കെ നൈസ് ആയിരുന്നു. സോ ഇതാണ് ആലപ്പുഴ ജിംഖാന. ഒരു വലിയ സംഭവമാണ്, മസ്റ്റ് വാച്ചാണെന്നും പറഞ്ഞ ആരും പോയി കാണാൻ നിൽക്കരുത്. ഇതൊരു കൊച്ചു മൂവിയാണ്, എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കൊച്ചു മൂവി. ആൻഡ് ഇതിന്റെ ബോക്സിംഗിന്റെ ഇടയിലുള്ള സിറ്റുവേഷണൽ കോമഡീസ് ഒക്കെ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒട്ടും ലാഗില്ലാണ്ട് സ്റ്റാർട്ട് ടു എൻഡ് എല്ലാം എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾ കണ്ടിട്ട് വന്ന അഭിപ്രായം പറയാം. ബൈ.